നിങ്ങളുടെ കുരുമുളക് വള്ളി വളരുന്നില്ലേ? ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ടോ? വളർച്ച കുറവുണ്ടോ? എങ്കിൽ ഞാൻ പറഞ്ഞ 7 മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടാവാം. അപ്പോൾ ഞാൻ ചെയ്ത 7 മിസ്റ്റേക്കുകളായിരിക്കും നിങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിനുള്ള സൊല്യൂഷനും ആ ചെയ്ത മിസ്റ്റേക്കും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിൽ പോകണ മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് മനു. ഞാൻ ജൻസി കർഷകനാണ്. എന്നെ ജോലിയോടൊപ്പം ചെറിയ രീതിയിൽ കൃഷി ചെയ്യാറുണ്ട്. എനിക്ക് ഏകദേശം 21 വയസ്സുണ്ട്. പ്രധാനമായിട്ടും കുരുമുളക്, കാപ്പി, അതുപോലെ തന്നെ ജാതി, അടക്ക, അങ്ങനത്തെ ഒരുപാട് സമ്മിശ്ര കൃഷിയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്നെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ വീഡിയോ ഫസ്റ്റ് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് അടിക്കുക, ലൈക്ക് അടിക്കുക, അഭിപ്രായ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോട്ടോ. ഈ കുരുമുളകിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തൈ സെലക്ഷൻ. ഇതൊന്ന് പന്നിയൂരാണ്, ഇതൊന്ന് കുമ്പുക്കലുമാണ് കേട്ടോ. കവുങ്ങിനെ മട്ട ചെയ്തത്. ഇത് ചെന്തല വെച്ച് ഉണ്ടാക്കി കേട്ടോ. ചെന്തല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതി. അപ്പോൾ ചെന്തല മണ്ണോട് കയറ്റി വെച്ചിട്ടാണ് ഉണ്ടായത്. ഇത് പന്നിയൂരൊന്നും ഇത് കുമ്പുക്കലൊന്നും കേട്ടോ. ഞാൻ ജസ്റ്റ് ചെന്തല ഇട്ട് നോക്കിയേനു. അതിവിടെ പറയാൻ ഒരു കാരണമുണ്ട് കേട്ടോ. ഈ പന്നിയൂർ എന്ന് വെച്ചാൽ നല്ല ലോങ് ആയിട്ടുള്ള ബെറിയാണ്. അതുപോലെ കുമ്പുക്കൽ എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കുരുമുളക് കേട്ടോ. പ്രധാനമായിട്ട് നിങ്ങൾ കുമ്പുക്കലിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി. അവരുടെ ഓരോ പെർഫോമൻസും അവരുടെ ഓരോ തിരിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്രമാത്രം ഹൈപ്പാണ് കുമ്പുക്കൽ എന്നുള്ളത്. ഞാൻ അവിടെ ഒരു ചേട്ടനെടുത്താണ് കുമ്പുക്കൽ മുപ്പർ ഫ്രീ ആയിട്ട് തന്നാട്ടോ അതിൻ്റെ വള്ളികൾ. അപ്പോൾ ഞാനിവിടെ ഒരുപാട് വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തേതാണ് തൈ സെലക്ഷൻ. നിങ്ങളുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എന്തായിരിക്കണം ഒരു തൈ സെലക്ട് ചെയ്യണം. പ്രധാനമായിട്ടുള്ള കരിമുണ്ട നല്ല ചോയ്സാണ്. കുമ്പുക്കൽ, പന്നിയൂർ. ഇപ്പോൾ കോഴിക്കോട് റിസർച്ച് സെൻറ്ററിൽ വെച്ച് ഏറ്റവും നല്ല തൈകളുണ്ട്. ഇപ്പോൾ ഐസ, തേവം, ഗിരിമുണ്ട, ശ്രീകര, സുഭകര, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് അത് നിങ്ങളുടെ എന്താ പറയുക ചുറ്റുപാട് ചിലപ്പോൾ ഹൈ റേഞ്ച് ആയിരിക്കുക, ലോ റേഞ്ച് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള എന്തായിരിക്കും തൈ സെലക്ട് ചെയ്യുക. അടുത്തതാണ് താങ്ങുകാൽ. ഞാൻ താങ്ങുകാൽ പ്രധാന യൂസ് ചെയ്തത് കവുങ്ങ് കേട്ടോ. കവുങ്ങ് ഞാൻ കാണിച്ചു തരാം. കവുങ്ങുമ്പോൾ ചെയ്ത രീതികളൊക്കെ. ഇത് കുമ്പുക്കലാട്ടോ. ഏകദേശം 5 വർഷം പ്രായമായിട്ടുള്ള കവുങ്ങുമ്മലാണ് ചെയ്തത് കേട്ടോ. ഇത് ചന്ദ്രട്ടതാണ്. ഏകദേശം 1.5 മാസമായി. ചെറിയ രോഗം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഫൈറ്റോത്തോറോ എന്ന് പറഞ്ഞൊരു രോഗം വന്നത്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കോഴിക്കോട് റിസർച്ച് സെൻറ്റർ നിർമ്മിച്ചാട്ടോ. ഏകദേശം 20 രൂപയായിട്ട് ഈ പ്ലാന്റിനൊക്കെ. 1 വർഷം പ്രായമായിക്കിന് തിരി വരുന്നുണ്ട് കേട്ടോ. ഇത് കുമ്പുക്കലാട്ടോ. ഏകദേശം 1 വർഷം പ്രായമായിക്കിന് തിരി വരൽ തുടങ്ങിക്കും കേട്ടോ. അതുപോലെ അപ്പുറത്ത് കരിമുണ്ടയുണ്ട്. ഇങ്ങോട്ട് പോയാലും വേറെയും കുമ്പുക്കലുണ്ട്. ഇവിടെ നമ്മൾ കവുങ്ങുമിലാട്ടോ ചെയ്തത്. ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരുപാട് താങ്ങാളുണ്ട്. പ്രധാനമായിട്ട് PVC, അതുപോലെ കോൺക്രീറ്റ്, പിന്നെന്താണ് GA പൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അനുസരിച്ച് ചെയ്യാം. അതിലാകുമ്പോൾ ഒരുപാട് വളങ്ങളൊന്നും മറ്റു മരങ്ങൾ വലിച്ചെടുക്കില്ല. അപ്പോൾ നിങ്ങളുടെ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ കവുങ്ങുമിലാണ് ചെയ്തത്. കവുങ്ങും ഏകദേശം നല്ലതാട്ടോ. അത്യാവശ്യം കുറച്ചേ വളം വലിക്കൂ. അതിനാവശ്യമുള്ള എടുക്കുക. നമ്മൾ പിന്നെ കുരുമുളകിന് വേറെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അത് നമ്മൾ ഓർഗാനിക് ആയിട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. അടുത്തൊരു മിസ്റ്റേക്കാണ് ഒരുപാട് വളങ്ങൾ കൊടുക്കൽ. ഇപ്പോൾ നമ്മൾ കുഴിച്ചിടുമ്പോൾ കുറച്ച് ചാണകപ്പൊടിയും വേപ്പ് പിണ്ണാക്കും എല്ലും പൊടിയും ഇട്ടാട്ടോ. ഇപ്പോൾ ഒരു പ്ലാന്റ് വെക്കുകയാണെങ്കിൽ ചെന്തലിടുകയാണെങ്കിൽ നമ്മൾ തീരും ഞാൻ തീരും കൊടുത്തിട്ടില്ലല്ലോ അധികം വളങ്ങളൊന്നും. കുറച്ചൊക്കെ ഇട്ടാൽ മതി. പിന്നെ ഒരു ചെന്തലിടാൻ മുമ്പ് ഒരു 15 ദിവസം മുമ്പ് എന്തായിരിക്കണം നമ്മുടെ മണ്ണ് ഒരുപാട് അമ്ലത, അത് അസിഡിറ്റി സ്വഭാവം ഉള്ളതുകൊണ്ട് അതുണ്ടായിരിക്കണം കുറച്ച് കുമ്മായോ ഡോളമൈറ്റോ ഇടണം. കുമ്മായ ഇടാണെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ടേ കുരുമുളക് ഇടാൻ പറ്റും. ഇനി ഡോളമൈറ്റ് ഇടുകയാണെങ്കിൽ 8 ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് കുരുമുളക് ഇടാൻ കേട്ടോ. അപ്പം മണ്ണിൻ്റെ അസിഡിറ്റി സ്വഭാവം ഒഴിവാക്കണം. അപ്പോൾ 3 മിസ്റ്റേക്കുകൾ പറഞ്ഞു. ഇനി നമുക്ക് 4 മിസ്റ്റേക്കുകളുണ്ട് കേട്ടോ. ഇതിമ്പോൾ നട്ട എല്ലാ കുരുമുളക് വള്ളിയും ഉണങ്ങിപ്പോയിട്ടോ. ഒന്നല്ലാത്തതൊന്നും അതും ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ മഴ പെയ്ത് അതിൻ്റെ ചുറ്റും വെള്ളം കെട്ടി നിന്ന് അപ്പോൾ ഒരുപാട് ചീഞ്ഞു പോയി. അപ്പോൾ കെട്ടിക്കെടുക്കാനൊക്കെ എന്തായിരിക്കണം മണ്ണ് ചേർത്ത് വെക്കണം. അതിനെ കാണിച്ചാൽ മണ്ണ് ചേർത്ത് വെച്ചത്. ഇത് കണ്ടില്ലേ, മണ്ണ് കുറച്ച് ഞാൻ ഹൈറ്റ് വെക്കിന് വെള്ളം ഇലങ്ങനെ പോയിക്കോ കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളം കെട്ടി കയറിട്ടോ. അപ്പോൾ ഒരിക്കലും കുരുമുളകിൻ്റെ മാറ്റി വെള്ളം കെട്ടി എടുക്കുക കേട്ടോ. ഇനി വെള്ളം കെട്ടി വന്നാൽ ഒരുപാട് രോഗങ്ങളും ഒരുപാട് വൈറസും ഫംഗസ് രോഗങ്ങളും വരും കേട്ടോ. അടുത്തൊരു മിസ്റ്റേക്കാണ് കുരുമുളക് വെച്ച് ഞാൻ ചെയ്തത്. അത് കുരുമുളക് ഇറക്കി പറിക്കണം തയനേ ഉണ്ടാവാൻ. എൻ്റെ വേക്ക് കാണുന്നത് കണ്ടില്ലേ, ഈ കുരുമുളക് കണ്ടില്ലേ, ഇത് ഇറക്കി പറിച്ചാട്ടോ. അപ്പോൾ ഇറക്കി പറിക്കാതെ കുരുമുളക് കാണിച്ചു തരാം. ഈ കുരുമുളക് വള്ളി കണ്ടില്ലേ, ഇത്രയും സ്പേസ് വന്ന് മുകളിൽ കൊണ്ടുപോയി ഉണ്ടാകണ്ടില്ലേ തിരി ഇട്ടങ്ങൾ കാണാൻ കഴിയും. അത് കുരുമുളക് വള്ളി മുകളിൽ നിന്ന് കുറച്ച് പറിച്ച് താഴത്തോടെ ഒന്ന് റൗണ്ട് എന്ന് ഇറക്കി പതിക്കൊണ്ട് നമ്മൾ അടിയിൽ നിന്നേ കുരുമുളകിൻ്റെ വള്ളിയിൽ നിന്ന് കായ ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ എന്തായാലും ഒരുപാട് സ്പേസസ് വരില്ല. അത് PVC ചെയ്യുകയാണെങ്കിലും
പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ചെയ്തായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയും സ്പേസ് ഒരുപാട് വന്നതുകൊണ്ട് നമുക്ക് അത്രയും നഷ്ടം ഉണ്ടാവും. അപ്പോൾ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് എന്ത്, ചോല. കുരുമുളകിന് അധികം ചോല പറ്റില്ല കേട്ടോ. ചോല വേണമെങ്കിലും എന്താ പറയുക, ചോല മാക്സിമം കുറയ്ക്കണം. അതൊരു ഉദാഹരണം കാണിക്കുക. ഇവിടെ ചോല വെട്ടാൻ ആൾക്കാരെ കിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഉണ്ടെങ്കിലും മഴക്കാലമായത് കൊണ്ട് ഈ വലിക്കലുള്ളത് കൊണ്ട് വെട്ടാനായില്ല. അപ്പോൾ എല്ലാവരും ചോല വെട്ടണം കേട്ടോ. അത് കാരണം കാണിച്ചതേ. ഈ മുളക് കണ്ടില്ലേ, മഹാഗണീൻ്റെ കൊമ്പാട്ടോ. ഇതിലൊക്കെ കുരുമുളകുണ്ട്, മഹാഗണിമലുണ്ട്, ഇവിടെയുള്ള കവുങ്ങുമ്മലുണ്ട്. പക്ഷേ ഈ നിറച്ചും നല്ല രീതിയിൽ തിരിയിടണമെങ്കിൽ ഈ മഹാഗണിൻ്റെ ടോപ്പ് വെട്ടണം കേട്ടോ. എന്നാൽ മഴക്കാലത്ത് നല്ല രീതിയിൽ വേനൽക്കാലത്ത് നല്ല രീതിയിൽ വെയിൽ കിട്ടുകയും മഴക്കാലത്ത് വാടിന് ശേഷം നല്ല മഴ കിട്ടുമ്പോൾ പുതിയ തളിർപ്പുണ്ടെങ്കിലും ഒരു ചോല വെട്ടുകളാണ് കേട്ടോ. അടുത്താണ് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അങ്ങനെ ഒരിക്കലും അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഫൈറ്റോത്താറ, അതുപോലെ സ്റ്റെംബോറർ, ഈ എന്താണ് നമ്മുടെ തണ്ട് തുരപ്പനുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃഷിഭവനോ അല്ലെങ്കിൽ കൃഷിക്കാരനെ എക്സ്പേർട്ടുമായിട്ട് സംസാരിച്ച് അതിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. ഞാൻ പ്രധാനമായിട്ട് എന്ന് വെച്ചാൽ ഒരു കെമിക്കൽ ഉപയോഗിച്ചാണ് അത് ഒഴിവാക്കുക കേട്ടോ. അതായത് റെഡ് ഓക്സി എന്നൊരു കെമിക്കൽ ഉപയോഗിച്ച് ഇത് സ്പ്രേ ചെയ്തിട്ടാണ് ഒഴിവാക്കുന്നത്. പിന്നെ ഓർഗാനിക് ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇതില്ലേ ട്രൈക്കോഡർമയും ചാണകവും മിക്സ് ചെയ്ത് ഞാൻ ഈ കുരുമുളകിൻ്റെ ഒരു 2 അടി ചുറ്റി മാറ്റിയിടുകയാണെങ്കിൽ ഒരുപാട് ഫംഗൽ രോഗങ്ങൾ കുറയും കേട്ടോ. ട്രൈക്കോഡർമ വെച്ചാൽ ഒരു ഫംഗൈ ആട്ടോ. അത് കോടിക്കണക്കിന് ഫംഗൈ എന്തായാലും ചുറ്റും കുരുമുളക് കൃഷിക്ക് വേണ്ടി ഞാൻ പണിയെടുക്കും. അതിന് വേണ്ടി ഒരു പെറ്റായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരിക്കലും കുരുമുളക് കൃഷി തെറ്റി വരുത്തിയത് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ഗൈഡ് ലൈൻസ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് പഠിച്ചിട്ട് വേണം എന്തായാലും കുരുമുളക് കൃഷി ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള അന്നത്തെ വീഡിയോ. അപ്പോൾ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണം. ബൈ ഗൈസ്.